ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പ്രത്യയ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അതായത് പാർട്ട് 8 നമ്മുടെ ഹിന്ദി ബേസിക്സിൻ്റെ 8ാമത്തെ ഭാഗമാണ്. നമ്മൾ ഇതിനകത്ത് നമുക്കറിയാം നേ പഠിപ്പിച്ചു കഴിഞ്ഞു, കോ പഠിപ്പിച്ചു കഴിഞ്ഞു, സേ പഠിപ്പിച്ചു കഴിഞ്ഞു, കാ കെ കി ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഈ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളെടുത്ത് ഇനി നമുക്ക് 2 സംഭവമുള്ളൂ, മേമും പെറും. സോ നമുക്കെല്ലാം ഒന്നും കൂടി ഓടിച്ചിട്ട് നോക്കാം. ഇതിപ്പം അടുത്ത ക്ലാസ് വരുന്നത് നേ ആയിരുന്നു എടുത്തത്. ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പഴയ ക്ലാസ് പോയി കാണുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കോയാണ് പഠിപ്പിച്ചത്. അതിനകത്തൊരു ഹോംവർക്ക് തന്നിരുന്നു, നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടുകൂടി നമ്മൾ സെയിം അതേ ക്ലാസ്സിനോട് കൂടി നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഒരുപാട് എക്സാമ്പിൾസ് തന്നിരുന്നു. നമ്മൾ മൊത്തം വേർഡും അതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കാ കെ കി അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ അതിന് 2 എക്സെപ്ഷൻ കേസുകളുണ്ട്, അതും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കണം കേട്ടോ. ഇനി അടുത്തത് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് വിട്ട ഒരു ഭാഗമാണ്. 2 വീടും കൂടി നമ്മൾ പഠിക്കാനുള്ളൂ. ഒന്ന് മേ. വളരെ സിമ്പിളാണ് ഈ ഒരു ക്ലാസ്. ഇതിനകത്ത് ഇൽ അഥവാ ഉള്ളിൽ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ, കാരണം അത്രയും എളുപ്പമായതുകൊണ്ട് സെപ്പറേറ്റ് ക്ലാസ് വേണ്ടല്ലോ. പെർ എന്നൊരു വേർഡും കൂടെ ഉണ്ട്. ഇത് വളരെ ഈസി ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. മെയിൽ, പുറത്ത്. ഓക്കെ ആണല്ലോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടും. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ഇൻസൈഡ് എന്നതാണ്. പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? സംതിങ് ഔട്ട്സൈഡ്. ഉള്ളിലുള്ള എന്തോ സംഭവം, പുറത്തുള്ള സംഭവം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ പോയി നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ദാവത്ത്, മേം, സ്യാഹി ഹേ. എന്താണ് അതിൻ്റെ അർത്ഥം? മഷിക്കുപ്പിയിൽ മഷിയുണ്ട്. മഷിക്കുപ്പിയിൽ ഇൽ കണ്ടോ? ഒരു ഇൽ. അതിൻ്റെ ഉള്ളിൽ നിന്നാ. മഷിക്കുപ്പിൻ്റെ പുറത്തല്ലല്ലോ മഷി ഉണ്ടാവുക, മഷിക്കുപ്പിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇൽ വന്നേ. അപ്പം എന്ത് കിട്ടും? മേം വരും. ഓക്കെ അല്ലേ? ഇനി ക്ലാസ്. ക്ലാസ് മേം വിദ്യാർത്ഥി. വിദ്യാർത്ഥി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലാസ്സിൽ എന്തുണ്ട്? ക്ലാസ്സിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥിയുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ആരുണ്ട്? വിദ്യാർത്ഥിയുണ്ട്. അടുത്തത് ദീവാർ. അടുത്തത് ദീവാർ മേം വേണ്ട, ദീവാർ പർ. ദീവാർ പർ ഏക്ക്. എന്താണ് ഇതിന്റെ അർത്ഥം വരുന്നത്? എന്താണ് വരുന്നത്? ഭിത്തിയിൽ. ഭിത്തിയിൽ എന്ന് നമ്മൾ ലോക്കൽ ലാംഗ്വേജിലല്ലേ പറയാ? ഭിത്തിമേൽ എന്നാണ് കറക്റ്റ് ശരിക്കും പറയണ്ടേ. ഭിത്തിക്ക് ഉള്ളിലല്ലല്ലോ ഫോട്ടോ ഉണ്ടാവുക, ചിത്രം ഉണ്ടാവുക. ഭിത്തിന്റെ പുറത്തല്ലേ ഉണ്ടാവുക. ഭിത്തിമേൽ എന്തുണ്ട്? ചിത്രം ഉണ്ട്. പിടി കിട്ടിയോ? ഭിത്തിയിൽ ചിത്രം ഉണ്ടെന്നാണ് നമ്മൾ പൊതുവെ എങ്ങനെയാണ് പറയാ. പക്ഷേ ഭിത്തിയിൽ എന്ന് പറഞ്ഞാൽ ഭിത്തിൻ്റെ ഉള്ളിലായിപ്പോയി. നമ്മൾ എല്ലാം പൊളിച്ച് ഉള്ളിൽ കയറി നോക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഭിത്തിൻ്റെ പുറത്തല്ലേ. അതുകൊണ്ടാട്ടോ പറ വരുന്നത്. ഇനി അടുത്തത് പേഡ് പർ. ചിടിയോ. ചിടിയോം എന്താ? ചിടിയോം ഹേ. എന്തുണ്ട്? മരത്തിന്മേൽ എന്തുണ്ട്? പക്ഷിയുണ്ട്. ഇവിടെ ഇല്ലൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെയല്ല. മരത്തിൻ്റെ ഉള്ളിലല്ലല്ലോ പക്ഷിയുള്ളത്, മരത്തിൻ്റെ പുറത്തല്ലേ. മരത്തിൻ്റെ പുറത്ത് പക്ഷിയുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്ലാങ് അതിനകത്ത് വരുന്ന കേട്ടോ. പ്രശ്നമാണ്, അത് കാര്യമാക്കണ്ട. മരത്തിൽ പക്ഷിയുണ്ടെന്നാണ് നമ്മൾ പറയുക. പക്ഷെ മരത്തിൽ എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ ഉള്ളിലായിപ്പോയി. അങ്ങനെ വരത്തില്ലല്ലോ, പുറത്തല്ലേ. ജസ്റ്റ് കോമൺ സെൻസ്. അത് ആ ഒരു നമ്മൾ കറക്റ്റ്
മലയാളം ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ആക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ മലയാളം കറക്റ്റും കൂടെ ആവണം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് അടുത്ത് നോക്കാം. ആസ്മാൻ. ആസ്മാൻ എന്താ? മനുഷ്യന്റെ പേരല്ല, സ്കൈ. ആസ്മാൻ എന്ന് പറഞ്ഞ സ്കൈ ആണേ. പർ. താരെ. താരെ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. താരെ സമീൻ പർ എന്താണത്? നക്ഷത്രം. ചംതേ. ചംതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തിളങ്ങുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം വരുന്നത്? സ്കൈൽ സ്റ്റാർ തിളങ്ങുന്നു. ആകാശത്തിന്റെ ഉള്ളിൽ കയറിയാണോ സ്റ്റാർ തിളങ്ങുന്നത്? അല്ല, പുറത്താണല്ലോ അല്ലേ. അതുകൊണ്ടാണ് ആ പർ എന്ന വാക്ക് വന്നത് കേട്ടോ. ഇനി അടുത്തൊരു വാക്കും കൂടെ നോക്കാം. പുസ്തക. പുസ്തക ജമീൻ പർ. ജമീൻ എന്ന് പറഞ്ഞാൽ എന്താ? നിലത്ത്. പർ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പടി. ഹേ എന്ന് പറഞ്ഞ എന്താ? പുസ്തകം നിലത്ത് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയല്ല, മണ്ണിന്റെ പുറത്താട്ടോ കിടക്കുന്നേ. അങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരുന്നത്. പിടികിട്ടിയല്ലോ. ഇനി നമ്മുടെ സ്ലാങ് തെറ്റിക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ പറഞ്ഞുതരാം. പിതാജി. പിതാജി ഘർ പർ ഹേ എന്ന് പറഞ്ഞെന്താ? അച്ഛൻ വീട്ടിലുണ്ടോ എന്നാട്ടോ ചോദ്യത്തിന്റെ അർത്ഥം. നമ്മുടെ മലയാള സ്ലാങ് പോലെ അവിടുത്തെ ഹിന്ദി സ്ലാങ് ആണിത്. കാര്യമാക്കണ്ട. അപ്പൊ ഉത്തരം എന്താ വരും? പിതാജി ഘർ പർ ഹേ, വീട്ടിലുണ്ട്. ആജ് വേ കാം പർ നെഹി ഗായേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്ന് ജോലിക്ക് ആജ് വേ കാം പർ ഇന്ന് ജോലിക്ക് നെഹി ഗായ പോയിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ആ രീതിയിൽ തന്നെ, ആ ലെവലിൽ വരുന്നത്. ആജ് ശരി, ഇവിടെ ആജ് ദുഃഖാൻ. ദുഃഖാൻ എന്ന് പറഞ്ഞത് ഷോപ്പ്. ഷോപ്പർ കോയി നെഹി ഹേ. അപ്പൊ എങ്ങനെ വരും? ഇന്ന് ദുഃഖാൻ എന്ന് പറഞ്ഞ ഷോപ്പ്. ഷോപ്പിൽ അങ്ങനെ പറയില്ല കേട്ടോ. കോയി നെഹി ഹേ, ഷോപ്പിൽ ആരും ഇല്ലാന്ന്. ഓക്കെ. ഇനി മുझे ठीक समय पर സ്കൂൾ പഹുഞ്ചന ചാഹിയേ, നിങ്ങൾ കൃത്യസമയത്ത് സ്കൂളിലെത്തണം. ഇനി വേറൊരെണ്ണം പറയുകയാണെങ്കിൽ ബീർബൽ പർ ഉൻകെ പൂര വിശ്വാസത. ബീർബലിന് അവർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു, അങ്ങനെ പറയാലോ. അടുത്തത് സൂരജ് നെ നിക്കൽനെ പർ അന്ധേര ദൂർ ഹുവ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉദിച്ചപ്പം ഇരുട്ട് നീങ്ങിയെന്ന്. മേരെ കഹാനി പർ വഹ് മാൻ ഗയ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു. കുറച്ച് എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാം. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞായിക്കോട്ടെ. മേരെ കഹനെ പർ വായാണേ വഹ് മാൻ ഗയ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു. അടുത്തതോ सूरज के निकलने पर अंधेरा दूर हुआ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യൻ ഉദിച്ചപ്പോൾ ഇരുട്ട് നീങ്ങി മീൻസ് മനസ്സിലായല്ലോ അല്ലേ? ദൂരെ പോയി. ഇനി ബീർബൽ ഇൻകോ पूरा
വിശ്വാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബീർബലിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. നീയോ? അത് ഒന്നും കൂടെ നോക്കാം. मुझे ठीक समय पर स्कूल पहुंचना चाहिए എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ ടീക്ക് സമയം എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യ സമയത്ത് സ്കൂളിൽ എത്തുക വേണം. പിടികിട്ടിയോ? ഈ പെർ വരുന്ന കുറച്ച് ഏരിയ പിടികിട്ടിയല്ലോ അല്ലേ? നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഏരിയകളിൽ പെർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ മെയിൻ പെർ മാത്രമാണ് പഠിച്ചത്. ഇത് നിങ്ങൾക്ക് വേഗം ഈസിയാണ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പഠിക്കാൻ ആയിട്ടൊന്നുമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് പിടികിട്ടി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ ആദ്യം തൊട്ട് നന്നായിട്ട് തന്നെ ഇത് പഠിച്ചു വരിക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇതിനകത്ത് ഒന്നും കൂടി നല്ല ബേസിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സായിട്ട് കാണാം. നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ നോട്ട്ബുക്കൊക്കെ ആയിട്ട് നിങ്ങൾ നോട്ട്സൊക്കെ എഴുതി പഠിച്ചു പോവുക. ഓക്കെ, മാക്സിമം അതിനകത്ത് എക്സാമ്പിൾസ് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി നാളെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ.